ഇത് നേരത്തെ കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടി വായ തുറന്നിട്ടാണോ ഉറങ്ങുന്നത്? നിങ്ങളുടെ കുട്ടിയുടെ മുഖം ഇങ്ങനെ കൂർത്ത് വരുന്നുണ്ടോ? അപ്പർ ലിപ്പ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ? പല്ലുകളൊക്കെ നിര തെറ്റിയിട്ടാണോ നിൽക്കുന്നത്? ഒരു ഉറക്കം തൂങ്ങിയ പോലത്തെ ഒരു ഫേസ് ആണോ? അതായത് ഉറങ്ങി തീരാത്തൊരവസ്ഥയുള്ള മാതിരി, ഉറങ്ങി തൂങ്ങിയ മാതിരിയാണോ കുട്ടി നിൽക്കുന്നത്? നിങ്ങളുടെ കുട്ടിയുടെ വോയിസ് നെയ്സൽ ടോണാണോ? ഇങ്ങനെ മൂക്ക് പിടിച്ച് സംസാരിക്കുന്ന പോലെയാണോ ഉള്ളത്? അഡിനോയിഡ് ലോങ് ഫേസ് സിൻഡ്രോം. ENT മാനേജ്മെൻറ്റിൽ നമ്മൾ ആദ്യം ഒബ്സ്ട്രക്ഷൻസുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നെയ്സൽ സ്പ്രേസ് യൂസ് ചെയ്യാം. ആവശ്യമെങ്കിൽ അഡിനോയിഡക്ടമി ചെയ്യാം. പിന്നെ ഉള്ളത് ഓറോഫേഷ്യൽ മയോ ഫങ്ഷണൽ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ നെയ്സൽ ബ്രീത്തിങ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഓർത്തഡോണ്ടിക് ആൻഡ് ഡെൻഡോ ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സിലേക്ക് കടക്കാവുന്നതാണ്. അതിനുവേണ്ടി റാപ്പിഡ് മാക്സിലറി എക്സ്പാൻഷൻ, നമ്മളുടെ നാരോ ആയിട്ടുള്ള ഈ ആർച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലാണ് നമുക്ക് എയർ ഫ്ലോ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് വരുള്ളൂ. അതിനുവേണ്ടിയുള്ള അപ്ലയൻസസുകൾ യൂസ് ചെയ്യാം. പിന്നെ ഗ്രോത്ത് മോഡിഫിക്കേഷൻസ് ചിലപ്പോൾ ചില കേസുകളിൽ ആവശ്യം ഉണ്ടാവും. അതിനുവേണ്ടി ഫങ്ഷണൽ അപ്ലയൻസസുകളൊക്കെ യൂസ് ചെയ്യാം. ഒരു അഡൽട്ട് ആയതിനു ശേഷം ഈ ഗ്രോത്ത് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഒരു സ്കെൽട്ടൽ ഡിഫോമിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ ഓർത്തോഗ്നാത്തിക് സർജറിയും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം.